വയനാട് മേപ്പാടി പുത്തുമലയിൽ വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നാണ് പുത്തുമലയിൽ ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 2019 ഓഗസ്റ്റ് മലയാളിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത ഒരു വർഷവും മാസവുമാണ്. അന്നാണ് കേരളത്തിൽ വലിയ പ്രളയമുണ്ടായത്. വയനാട്ടിലെ പുത്തുമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായത്. 17 പേരാണ് അന്ന് ആ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയത്. 5 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. ആ പ്രളയമുണ്ടായപ്പോൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. 4970 കോടി രൂപയാണ് പ്രളയത്തിലും ഉരുൾപൊട്ടലും ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത്. ഞങ്ങളിപ്പോൾ ഈ പുത്തുമലയിൽ ഉരുൾപൊട്ടിയ ദുരന്തബാധിതരെ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വന്നത്. ആ ടൗൺഷിപ്പിൽ സ്കൂള്, അംഗനവാടി, കളിസ്ഥലം, പ്രൈമറി ഹെൽത്ത് സെന്റർ, പിന്നെ ഹോസ്പിറ്റൽ, പോസ്റ്റ് ഓഫീസ്, അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ടൗൺഷിപ്പായിരുന്നു സർക്കാർ അന്ന് പുത്തുമലക്കാർക്കായി വാഗ്ദാനം ചെയ്തത്. വിവിധ സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്യുകയും മാതൃഭൂമി 7 ഏക്കർ ഭൂമി സർക്കാരിന് നൽകുകയും ചെയ്ത സ്ഥലത്ത് 52 വീടുകൾ സർക്കാർ എങ്ങനെയാണ് പണിതത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാം. ടാർപ്പായിട്ടിട്ട് മഴ പെയ്ത പൂപ്പൽ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് പെയിന്റ് പേര് സ്വന്തം പെയിന്റ് അടിക്കാം. അല്ലമ്മ, ഞങ്ങളുടെ വീടുകളൊക്കെ സർക്കാർ വലിയ വർത്താനം പറഞ്ഞിരുന്നല്ലോ. ടൗൺഷിപ്പ് ഉണ്ടാക്കി, സ്കൂളുണ്ട്, കളിസ്ഥലുണ്ട്, അംഗനവാടി ഉണ്ട്, ആശുപത്രി ഉണ്ട്. ഒന്നും സർക്കാർ ചെയ്തിട്ടില്ല. പിന്നെ വീട്ടിൽ എന്താ പറയാ, പൂപ്പലാണ് ചോർന്നിട്ട് ആകെ. ഞങ്ങൾ 2 ദാർപ്പായിട്ടിരിക്കണതിന്റെ മേലെ ചോർന്നിട്ട് കുട്ടികൾ, ചെറിയ മക്കളുണ്ട് ഇവിടെ. ചെറിയ മക്കളെ പേടിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പെയിന്റ് അടിക്കുകയാണ്. ആരെങ്കിലും ഇതൊന്ന് ശരിയാക്കി ഒന്ന് തന്നിക്കാണ് ഞങ്ങൾക്ക് സമാധാനം. ഈ ചോർച്ച ഒന്ന് നിർത്തി തന്നാല് ഇത് എവിടെ വെച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്യാ? അടിക്കാൻ പറ്റൂല. ഒന്നും വേണ്ട, 1000 വെച്ചിട്ട് ദാർപ്പായിക്കില്ല പൈസ ഞങ്ങൾക്ക് തന്നൂടെ? അതുപോലെ തന്നിട്ടില്ല. ഇതാണ് ഞങ്ങളെ അവസ്ഥ. പിന്നെ പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ സീറോത്തിലുള്ള ആൾക്കാരാണ്. ഞങ്ങളൊന്നും എല്ലാം പോയ ആൾക്കാരാണ്. ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ട്, എത്രയോ കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. എനിക്ക് ഞാൻ എവിടുക്കാ പോയിച്ചിട്ട് ഞാൻ ഇവിടെ വെക്കും. എനിക്ക് പിന്നെ പോയിക്കാൻ ഉമ്മയും ബാപ്പി ആരും ഇല്ലാത്തതുകൊണ്ട്, നമുക്കാരും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കും. ഇത്രയും മുതലാ പോയത്. ഒന്നും വേണ്ടില്ല ഞങ്ങക്ക്. ഇത്ര പന്തല കൂടാണ് ഞങ്ങൾക്കത് ചോരാതെ കിട്ടിയാൽ മതി. അതാണ് ഞങ്ങൾ ഇതിൽ കുറെ പണിപ്പിച്ച്, എന്ത് പണിപ്പിച്ചിട്ടും അത് ഏൽക്കണില്ല, പറ്റണില്ല. എന്താ വെച്ചാ മഴതാ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ വെള്ളമായി. പിന്നെ എന്താ കാട്ടി നമ്മള്? എല്ലാ വീടും ചോർച്ചയാണ്. ഏതോ ഒരു വീടൊക്കെ ചോർച്ചയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ അറിയാലോ, എല്ലാ വീടിനും ടാർപ്പായിട്ടിരിക്കുകയാണ്. ആളുകൾ കംപ്ലീറ്റ് പിന്നെ പാത്രം വരെ വെച്ച വീടുകളുണ്ട് അവിടെ. ഞങ്ങൾ വന്നാൽ കാണിച്ചു തരാം അവിടെ. അത് മാത്രമല്ല, ഈ വീടുകളുടെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ, മുകളിലേക്ക് ഒരു നിലക്ക് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീടുണ്ടാക്കി. ചെരിച്ച് വാർത്തുകൊണ്ട് വളരും വീടെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് വളരാത്ത വീടാണ്. വളരും വീടെന്നാ ആദ്യം പറഞ്ഞിരുന്നത്. വളരാത്ത വീടാണ്. ഒരു നിലക്കും വളരരുത് എന്നാണ്. അതാണ് ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനം. ചെരിച്ച് വാർക്കുന്നതിന്റെ പകരം മുകളിലേക്ക് പിന്നീട് ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു പണം ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ഒരു വീടുണ്ടാക്കാൻ വിചാരിച്ചാൽ, ഒരു നിലയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചാൽ കഴിയൂല. വെള്ളം ലീക്കാകുന്നുണ്ട്. ഇപ്പൊ മഴ കുറവാണല്ലോ. ഇപ്പൊ ഇല്ല. മഴ കൊണ്ട് പെയ്ത നല്ല വെള്ളം ഇതിൽ ചാടും. അപ്പൊ ഈ പാത്രം വെച്ചിട്ട് അത് ഒഴിവാക്കല. അല്ലെങ്കിൽ ഇതില്ലാത്തപ്പോ, മഴ ഇല്ലാത്തപ്പോ ഇത് ഇടും, തുണി ഇടും. അപ്പൊ ശ്വാസം മുട്ടലും കൂടിയാണ്. അപ്പൊ നടക്കാൻ തന്നെ വയ്യ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴൂലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കണ്ടില്ലേ എന്താ ഇതിന്? എന്ത് വെള്ളം പടപടേനെ പോകും. ആ ഇത് മുകളിലൊരു പായിട്ടിക്കണ്. എന്നിട്ടുണ്ട് ആരെങ്കിലും ഒരാളിങ്ങനെ ചോർന്നിട്ട് ഈ കാല് തെറ്റി വീണ് ആ മണ്ട പൊട്ടി മരിക്കണം.
അപ്പോൾ ഗവൺമെന്റ് ഇവരൊക്കെ വന്ന് നോക്കി അതിന്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതായത് ഞങ്ങൾക്ക് 4 ലക്ഷം റുപ്യ ഗവൺമെന്റ് തന്ന് അത് ഞങ്ങൾ ഈ കോൺട്രാക്ടർക്ക് കൊടുത്ത്. ഗവൺമെന്റിന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം വരെ വീരേന്ദ്രകുമാർ കൊടുത്തതാ, ഒരു പൈസയും ചെലവില്ല. ഇത് മാത്രം ഞങ്ങൾക്കൊന്ന് ശരിയായി കിട്ടുകയാണെന്ന് വെച്ചാൽ വളരെ ഉപകാരം. ആയിക്കോട്ടെ. അവിടെയൊക്കെ അവിടെ നിന്നും കൂലിപ്പണിക്ക് വരുന്നുണ്ട്, സ്വന്തമായിട്ട് ജീവിക്കാനുള്ള മുതലുണ്ടായിരുന്നു, അതൊക്കെ പോയി. സർക്കാർ ഒന്നും ചെയ്തു തന്നില്ല. സർക്കാർ എന്താ 4 ലക്ഷം റുപ്യ ഇത് സയസ്കുമാർ വാങ്ങി തന്നോണ്ട് ഭൂമി കിട്ടി. നമുക്ക് നമ്മളെ ജീവിതമൊക്കെ ഓന് ഞാനൊക്കെ വെച്ചാല് അത്യാവശ്യം പുരയിലുണ്ടായിരുന്ന കൃഷിയൊന്നും പോയതിന് സർക്കാർ എന്താന്ന് ഒന്നും തന്നിട്ടില്ല. ഈ ആകെ 4 ലക്ഷം മാത്രം തന്നു. 4 ലക്ഷം റുപ്യ കൃഷി പോയതിന്, സ്ഥലം പോയതിന് ഒന്നുമില്ല. സ്ഥലം എനിക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. സ്പോൺസർമാർക്കാണ് കൊടുക്കുന്നത്. നിരിച്ചിട്ട് തപ്പളും എന്റെ കയ്യിൽ നോക്കിക്കോളി. 3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ പോയിട്ട് 3 ഏക്കർ സ്ഥലത്തിന് പകരങ്ങൾക്ക് ഒന്നും തന്നില്ല. എന്താന്ന് ഒന്നും തന്നില്ല. കൃഷിഭവന് കുറച്ച് വളം തന്നു. ഇപ്പോഴും വളത്തിന് സർക്കാർ ഒന്നും തന്നില്ലല്ലോ. സർക്കാരൊന്നും തന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ജീവിതം മുട്ടിപ്പോയി. ഇപ്പതാ ആ മാനന്തവാടി ആ സൈഡിൽ പോയിട്ട് രാജേരപ്പം കൂലിപ്പണി എടുത്തിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. വേറെ റേഷൻ 4 കിലോ അരി കൊണ്ട് ഒന്നേലും നടക്കുക. നമ്മളിത് പൊട്ടിയപ്പോ തന്നെ മുണ്ടക്കൈക്കാരോട് പറഞ്ഞു, ഞങ്ങളെ സർക്കാർ മുട്ടിച്ച് നിങ്ങൾ മുട്ടിക്കാരും കണ്ട് നോക്കിക്കോളി, ഈ വാപ്പിനോടൊക്കെ നമ്മൾ ആകുന്നത് പറഞ്ഞു അല്ലേ. പ്രളയ ഫണ്ടിൽ കോടികൾ ഉണ്ട്, കോടി ചെലവഴിക്കാതെ അവിടെ കിടക്കണം. ഇയാള് പോകുമ്പോ കൊണ്ടുപോകുമോ? ഒരു വേണം തരാം, ഞങ്ങൾ ചോദിച്ചോ. അതും കൊണ്ടുപോകും കേട്ടോ, പിണറായി അതും കൊണ്ടുപോകും. ആളുകൾക്ക് പേടിയാ, പേടിച്ചും കൊണ്ട് അവിടെ എന്തെങ്കിലും വിഷയം കൊണ്ട് അവർ കേസാക്കും, മറ്റേതാക്കും. ഈ ചെരുവന്നെ ഉണ്ടല്ലോ, ഈ ചെരുവിന് തന്നെ ഒരു എഞ്ചിനീയർ വന്നിട്ടാണ് ഞങ്ങക്ക് തന്നത്. ഈ അത് മനഃപൂർവ്വം ചെയ്താ, മനഃപൂർവ്വം ചെയ്താണ് അവര്. അവിടെ നല്ല സൗകര്യമുള്ള വീടായിരുന്നില്ല ഉണ്ടായിരുന്നു. നല്ല സൗകര്യമാണ്. ഇതിനേക്കാളും കുറച്ച് വലിയ വീടൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനത്തെ വീടാണെങ്കിലും കുഴപ്പമില്ല, ചോരാതെ നിന്നാ മതി. ചോർച്ച തന്നെ ഫുള്ള് ചോർച്ച. നല്ല മഴ താഴെ വരെ വെള്ളത്തും. പിന്നെ കിടക്കണ ബെഡിന്റെ മേലെ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടാണ്. പ്ലാസ്റ്റിക് ഇട്ടതാണ് സൈഡിൽ കൂടെ. അതിമക്ക് വെള്ളം ഇറങ്ങുക, ബെഡിൽ വെള്ളം ഇറങ്ങിയിട്ട് കിടക്കാനൊന്നും പറ്റുന്നില്ല. എപ്പോഴും അസുഖമാണ് മോനിക്കൊക്കെ. ഡെയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് ഫുള്ള് വെള്ളമാണ്. വേറെ മാറി കിടക്കാനും സ്ഥലമല്ലല്ലോ നമുക്ക്. 2 ബെഡ്റൂം, 600-650 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ ഇവിടെ അന്ന് പിന്നെ സർക്കാർ എന്ന് പറഞ്ഞിരുന്നത് ടൗൺഷിപ്പ് ഉണ്ടാക്കും, പിന്നെ അംഗനവാടി, ഒന്നുമില്ല. അംഗനവാടിയോ ഹോസ്പിറ്റലോ സ്കൂളോ പള്ളി അമ്പലം ആരാധന, പള്ളി അമ്പലം ചർച്ച് എല്ലാം അന്ന് വാഗ്ദാനത്തിൽ പറഞ്ഞിരുന്നു. കളിസ്ഥലം, പോസ്റ്റ് ഓഫീസ്, അതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് ചോരാതെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും ഇല്ലല്ലോ. അല്ല, ഇനി കിട്ടുന്ന മുണ്ടക്കാർക്കും കട്ടമലക്കാർക്കും ഇങ്ങനത്തെ ആവാതിരുന്നാ മതി. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് വിഷയം. ഞങ്ങളേതായാലും ഇങ്ങനെ നിന്നു, അവർക്ക് ഇങ്ങനെ ആവരുത്. ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് പ്രളയത്തിന് ഏതാണ്ട് പിന്നെ 4970 കോടിയാ സർക്കാരിന് ജനങ്ങൾ കൊടുത്തത്. ഞങ്ങളെ വീടല്ലത് ഇങ്ങനെ 4970 കോടി സർക്കാരിന് കിട്ടിയിട്ട് എല്ലാ വീടിന്റെ മേലുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി ഷീറ്റ് ഇട്ടിക്കണുണ്ടോ? എല്ലാ വീടിന്റെ മേലെ ഈ അവസ്ഥയാണ്. 7 ഏക്കർ മാത്രമേ കൊടുത്തു സർക്കാരും. പിന്നെ മര്യാദക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാണ് അത് സർക്കാർ ചെയ്തു. അത് ഈ ചോറിന് അവസ്ഥയാണ്. നറുക്കെടുപ്പ് മാത്രം സർക്കാരാണ്. നറുക്കെടുപ്പ് സർക്കാരാണ്. സ്ഥലം മാത്രം നറുക്കെടുപ്പാ. ഞങ്ങളിപ്പോ തർപ്പായിട്ട് ഞങ്ങള് ചോരുന്ന വീടൊക്കെ കാണാൻ വേണ്ടി പോയതായിരുന്നു. ചോരുന്നുണ്ട്. അതിജീവനം, പുതുജീവിതം, അതോടൊപ്പം തന്നെ പുത്തുമല, നമ്മുടെ പൂത്തക്കൊല്ലിയിൽ തളിർക്കും, ഇതൊക്കെയായിരുന്നു അന്ന് സർക്കാർ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ വാഗ്ദാനങ്ങളും ഒലിച്ചു പോകുന്ന, ഇവിടെ മണ്ണും മനുഷ്യനും മാത്രമല്ല സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളും കൂടെ ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് 4 വർഷത്തെ ഏറ്റവും വലിയ
ജനം നോക്കിക്കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. പുത്തുമലയിലെ ദുരന്തബാധിതർക്കായി വിവിധ സംഘടനകളുടെ സഹായത്താൽ സർക്കാർ ഉണ്ടാക്കിയ വീടുകൾ കാണുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയത്. 52 വീടാണ് ഈ പ്രദേശത്ത് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഓരോ വീട്ടിലെയും അവസ്ഥ നേരിട്ട് കാണുമ്പോൾ അതിദയനീയമാണ്. ചോർന്നൊലിക്കുന്ന വീടുകൾ. ഇന്ന് വരെ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ, സ്കൂളില്ല, കളിസ്ഥലില്ല, ആശുപത്രിയില്ല, അംഗനവാടിയില്ല, പോസ്റ്റ് ഓഫീസില്ല, അവർക്ക് ടൗൺഷിപ്പിൽ എന്താണോ വാഗ്ദാനം ചെയ്തത് ഒന്നും പാലിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുണ്ടക്കയിലും ചൂരൽമലയിലെയും പുനരധിവാസ പദ്ധതിയും ടൗൺഷിപ്പും ഇതുപോലെ ആയി പോകുമോ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. വലിയ പ്രതിഷേധമുയരണം. ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ യൂത്ത് ലീഗ് ഉണ്ടാകും.